ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. അതിനു മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരടായി വരുന്ന റീഡിംഗ് ആണ്. റീഡിംഗ് നോക്കാം. കറൻറ്റ് സിറ്റുവേഷനാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയുമാണ് നോക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ, അവരുടെ എനർജി കാണിച്ചു കൊടുക്കൂ. നയൻ ഓഫ് കപ്സ് കാർഡ്, Lovers card, Tree of Wands card. ഇന്ന് രാവിലെ കിട്ടിയിട്ടുള്ള കാർഡ്സ് തന്നെയാണ് വീണ്ടും കിട്ടുന്നത്. Tree of Swords card. ഷോർട്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ എനർജി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ കാർഡ്സ് തന്നെ രണ്ടും കയറി വന്നിട്ടുണ്ട്. Four of Cups card. യെസ്, ഹീറോഫിയൻറ്റ്. സെയിം കാർഡ്സ് തന്നെ വരുന്ന കണ്ടോ? അപ്പോൾ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. റീഡിങ്സ് കാണുന്നവർക്കറിയാം. 6 ഓഫ് പെൻറ്റക്കിൾ. എത്ര എണ്ണമായി? 7 കാർഡായി. നിംസ് 777 അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 7 കാർഡ് എടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും കാർഡ്സ് എടുക്കാം. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവുകയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എന്താണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് എന്താണ് കാണുന്നുണ്ടോ? നയൻ ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ ആഗ്രഹം സാധ്യമാവാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് സാധിപ്പിച്ചു തരികയാണ്. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ തൊട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് വരെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരികയാണ്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ് കാണിക്കുന്നത്. അബണ്ടൻസ് ആണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്കായിട്ടുള്ള ഗിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് ഓൺ ദി വേ ആണെന്ന് പറയുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളിലേക്ക് നിങ്ങളുടെ യൂണിവേഴ്സ് ഗിഫ്റ്റ് തരികയാണ്. വേറെ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ആദ്യത്തെ കാർഡ് തന്നെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങളുടെ ആഗ്രഹം സാധ്യമാവാൻ പോകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. സെക്കൻഡ് കാർഡ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നു. എന്താണ്? ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ ബന്ധം എന്ന് പറയുന്നത് എവിടെയും ഉണ്ടായി പോകുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങളിലേക്ക് തന്നെയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണെന്ന് പറയുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ പാസ്റ്റിൽ നിങ്ങൾ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു നിങ്ങളുടെ പേഴ്സണ്. അവർക്ക് വേറെയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണിയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. ഹെൽത്തി ബൗണ്ടറി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഫാൾ ഇൻ ലവ് എന്നാണ് പറയുന്നത്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയാണ്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കില്ല. അവർ നിങ്ങളിലേക്ക് ആ പ്രണയം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നൊരു സെപ്പറേഷൻ ആണെങ്കിൽ അത് വെറും താൽക്കാലികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ട്രീ ഓഫ് വാൻഡ്സ് കാർഡ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ത്രീ ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവുന്നത് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള താല്പര്യത്തെയാണ്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. എനർജി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങളില്ലാത്ത ലൈഫ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ എനർജി ലോസായി പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവാം. അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് അവർ ഒരു എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് വന്നിരിക്കുകയാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ഡയറക്ഷൻ എന്നാണ് കാർഡ് പറയുന്നത്. പ്രോഗ്രസ് ആണ് ഈ ബന്ധത്തിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം നേടാനായിട്ട് ക്ഷമയോട് കൂടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. ത്രീ ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. കഴിഞ്ഞ ദിവസം അവർക്ക് നിങ്ങൾ എത്രയേറെ മിസ് ചെയ്തു എന്നാണ് കാർഡ് പറയുന്നത്. പെയിൻഫുള്ളിനെയാണ് കാണിക്കുന്നത്, ഹാർട്ട് ബ്രോക്കണെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് അത്രയേറെ വേദനയാണ് കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് നിങ്ങളിലാണ് എല്ലാ രീതിയിലുള്ള സന്തോഷം അവർ കണ്ടെത്തിയിട്ടുള്ളത്. അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇൻസ്പിറേഷൻ അഗെയിൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളില്ലാതെ അവർക്ക് പൂർണ്ണതയിൽ എത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുള്ളത്? ആ തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർക്ക് നിങ്ങളെ ആഗ്രഹിക്കുന്നു. അത്രമാത്രം പെയിനാണ് ഈ സെപ്പറേഷൻ, ഈ നോ കോണ്ടാക്ട് എന്ന് പറയുന്നത്. അവർക്ക് അത്രമാത്രം പെയിനാണ് ഉണ്ടാക്കുന്നത്. 4 ഓഫ് കപ്സ് കാർഡ് നിങ്ങളുടെ എനർജിയാണ്. കഴിഞ്ഞ നൈറ്റ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ അത്രയേറെ മിസ് ചെയ്തു, കഴിഞ്ഞ ദിവസം അത്രയേറെ മിസ് ചെയ്തു എന്ന് 3 ഓഫ് സോർട്സ് കാർഡ് പറഞ്ഞു. അതുപോലെ തന്നെ 4 ഓഫ് കപ്സ് കാർഡ് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ്, കറണ്ട് ഫീലിങ്സ് ആണ്. മിസ്സിങ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഇവിടെ നിങ്ങളുടെ പേഴ്സണായിട്ട് ആ ഒരു സ്നേഹത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അവരെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ പോകുന്നു. എന്താണെന്നറിയില്ല, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് അങ്ങനെ വരികയാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെയും മിസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ മനസ്സെന്ന് പറയുന്നത് ഒരേ വേവ് ലെങ്തിലൂടെയാണ് പോകുന്നത്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരുപോലെ വേദനിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവരുടെ ചിന്തകളാൽ നിങ്ങൾ പോകുന്നു, അതുപോലെ തന്നെ അവരും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു റിച്ച് ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. റിച്ച് ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ മൊത്തമുള്ള നല്ലൊരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമാകും, അല്ലേ? വേൾഡ് കണ്ട സന്തോഷമാണ് ഉണ്ടാവുക. യൂണിവേഴ്സ് ഇതെല്ലാം കാണുന്നുണ്ട്. ടെൻഷൻ ആവേണ്ട, പ്രാർത്ഥിക്കുക, പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരിക എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ദ ഹീറോഫിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു ലെസൺ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ടീച്ചിങ് അവരിൽ നടന്നിട്ടുണ്ട്. ഈ കാർഡ് വരുമ്പോൾ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് എന്നാണ് പറയുക. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചശക്തിയിൽ നിന്നും അവർക്ക് നേടിയെടുത്തിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനായിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. വ്യക്തികളെ പഠിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തു. ആരാണ് ശരിയെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ അവേക്കനിങ് ആണ് കാണിക്കുന്നത്. അവർ തനിച്ചാണ്. അവർക്ക് എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളാണ് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇവിടെ അവർ ചിന്തിക്കുന്നത് അവർ തന്നെയാണ് അവരുടെ ഗൈഡ്, അവർ തന്നെയാണ് അവരുടെ മെൻറ്റർ. അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ ആരും എടുക്കില്ല. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരിലെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ വിശ്വാസത്തെ അവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാം, പ്രപഞ്ചശക്തി അവരിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്, മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, ആ ഒരു കാര്യത്തിൽ തന്നെ അവരൊരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, 6 ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. 6 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻഡക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. 6 പെൻഡക്കിൾ ഉണ്ട്, അതിൽ 2 പെൻഡക്കിൾ നിങ്ങളിലേക്ക് വരികയാണ്.
എല്ലാവർക്കും ആവശ്യമില്ലേ? അപ്പം നിങ്ങളിലേക്ക് അത്യാവശ്യമുള്ളത് യൂണിവേഴ്സ് തരികയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസരം നിങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ 2 വഴികളിലൂടെ, 2 സ്ഥാപനങ്ങളിലൂടെ, 2 വ്യക്തികളിലൂടെ നിങ്ങൾക്ക് വരുന്ന പുരോഗതി, അബണ്ടൻസ് ആണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഫിനാൻഷ്യലായിട്ടൊരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. എഡ്യൂക്കേഷൻ, കരിയർ, നിങ്ങളുടെ പ്രോഗ്രസ് നോക്കിയിരിക്കുന്ന, അതിനുവേണ്ടി റീഡിംഗ് കാണുന്ന നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുക. പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. 2 വ്യക്തികൾ, 2 വഴി നിങ്ങളിലേക്ക് നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ആഗ്രഹം നേടാൻ പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ 6 ദിവസം എന്നും കണക്കാക്കാം. അത് നിങ്ങളിലേക്കുള്ള പുരോഗതി തന്നെയാണ്. ഈ റീഡിംഗ് കാണുന്ന നിമിഷം മുതൽ 6ാമത്തെ ദിവസത്തിനുള്ളിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹത്തിൽ ഒരാഗ്രഹം യൂണിവേഴ്സ് സാധിപ്പിച്ചു തരും. അതിലേക്കുള്ളൊരു വഴി നിങ്ങൾക്ക് തെളിച്ചു തരും. ഉറപ്പാണ്. പ്രാർത്ഥിക്കുക, പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരിക, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ ഡ്രീംസ് അത്രത്തോളം ആഗ്രഹത്തോട് കൂടിയിട്ട് എനിക്കത് വേണം, എനിക്കത് കിട്ടി എന്ന് നിങ്ങൾ പറയുക. നമുക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കാം. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? മെഡിറ്റേഷൻ ഇരിക്കണം. നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം. നല്ല സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ആദ്യം തിരഞ്ഞെടുക്കുക. എന്നിട്ട് യൂണിവേഴ്സ് നമ്മുടെ മുന്നിലുള്ളതുപോലെ നമുക്ക് കാണാം. നമ്മുടെ പ്രപഞ്ചം എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ പ്രപഞ്ച ശക്തി എല്ലായിടത്തും ഉണ്ട്, അല്ലേ? യൂണിവേഴ്സ് എല്ലായിടത്തും ഉണ്ട്. ആ ഒരു പവർ എന്ന് പറയുന്നത് നമ്മളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ ആ ഒരു മോഡിലിരുന്നിട്ട് നമ്മുടെ പ്രപഞ്ച ശക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. പ്രപഞ്ചത്തോട് നമ്മൾ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? എൻ്റെ യൂണിവേഴ്സ്, ഇന്ന് ഞാൻ സെൽഫ് ലവ് ചെയ്യാണ്, എന്നെ തന്നെ സ്നേഹിക്കുകയാണ്. എന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ പ്രപഞ്ചശക്തിയോട് ചോദിക്കുന്ന എൻ്റെ ഈ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ആ ആഗ്രഹം നേടിത്തന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുകയാണ്. അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് നിങ്ങൾ ചോദിക്കുക. ഒരു ദിവസം ചോദിച്ചാൽ പോരാ, എല്ലാ ദിവസവും ചോദിക്കണം. ആഗ്രഹം പ്രപഞ്ചശക്തി കാണാതെ പോവില്ല. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പേഴ്സണലായിട്ട് റീഡിംഗ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവരോടും ഞാൻ പറയുകയാണ്, പേഴ്സണൽ റീഡിംഗ് വന്നാലേ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് എനിക്ക് എടുത്ത് തരാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ എനർജി എനിക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ്സ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. കുറേ പേര് മെസ്സേജ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇന്ന ആൾ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാർഡ് വീണിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പേഴ്സണലായിട്ട് റീഡിംഗ് എടുത്താലേ നിങ്ങളുടെ എനർജി എനിക്ക് കിട്ടുള്ളൂ. 2ാമത്തെ കാർഡ് 3, 4, 5, 6 റിയൂണിയൻ ആണ് കേട്ടോ. 7. അപ്പോൾ നിംസ് 777 7 കാർഡ് എടുത്തിട്ടുണ്ട്. ഇന്ന് വലിയ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാർഡ് എടുക്കണമെന്ന് തോന്നണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാർഡ്സ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു എനർജി കിട്ടുന്നത്. ഈ റീഡിങ് കാണുന്ന നിമിഷം നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ആഗ്രഹം അത്ര കണ്ട ആഗ്രഹത്തോടു കൂടി ചോദിക്കുക. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ പ്രാർത്ഥിച്ചു നോക്കി. നിങ്ങൾ 21 ദിവസമാണ് ഞാൻ പറയുക. 21 ദിവസത്തിനുള്ള നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാകും, ഉറപ്പാണ്. നെക്സ്റ്റ് മന്ത് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യാം കേട്ടോ. എല്ലാവരോടും പറയുകയാണ്. ടൈം എന്നാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് അവർ പറയുന്നത്? ഐ ആം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. ഒരു ആക്ഷൻ എടുക്കാനായിട്ട്, ഒരു തീരുമാനം എടുക്കാനായിട്ട് ഞാൻ വൈകിപ്പോയോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവർ ഭയപ്പെടുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് മാറിയോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. മാറിയിട്ടുണ്ടോ? അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കല്ല അറിയുള്ളൂ നിങ്ങളുടെ മനസ്സ് മാറിയോ എന്ന്. ഇല്ലയെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിന് അവരെ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് എനിക്കറിയാലോ. പക്ഷെ അവർ ചിന്തിക്കുന്നത് എന്താണ്? നിന്റെ മനസ്സ് മാറിയോ? അവരത്ര കണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതായിരിക്കും അവരും അങ്ങനെ ചിന്തിക്കുന്നത്. റണ്ണർ എന്നാണ് സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. അവർക്ക് ഇനി ഓടാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നത്.
നിങ്ങളിൽ നിന്നും ഓടി ഓടി അവർക്ക് വയ്യാതെയായി, നിങ്ങളുടെ എനർജിയിൽ നിന്നും ഓടി ഓടി അവർക്ക് വയ്യാതെയായി എന്ന് അവർ പറയുകയാണ്. അവർ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. അപ്പോൾ ടൈം എന്ന് പറയുന്ന കാർഡും റണ്ണർ എന്ന് പറയുന്ന കാർഡും എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി എനിക്ക് ഓടാൻ വയ്യ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, ഞാൻ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് മറന്നുപോയോ, നീ എന്നെ വെറുക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഡിസ്ഹോണസ്റ്റി എന്നാണ് കിട്ടിയിട്ടുള്ള കാർഡ്. ബൈ ലേയിങ് ഐ റിപ്ഡ് അസ് എപ്പാർട്ട്. അവർ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നവർ പറയുകയാണ്. ഒരു ചെറിയ കള്ളം പറഞ്ഞിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ അവരായിട്ട് ഉണ്ടാക്കിയതെന്ന് അവർ പറയുകയാണ്. അതിലവർ വിഷമിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിനെ അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ നുണ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു കാര്യം അവർക്കൊരു തിരിച്ചടി ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളോട് ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവർക്ക് അത്ര കണ്ട് അവർ വേദനിക്കുന്നുണ്ട്. സബോട്ടേജ് എന്നാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അവരുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഇല്ലാതായി എന്നാണ് അവർ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെപ്പറേഷൻ തന്നെയാണ് അവർക്ക് ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, വേദന ഉണ്ടാക്കിയിട്ടുള്ളത്, അവർക്ക് നല്ല നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് അവരായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം തന്നെയാണെന്ന് അവർ തിരിച്ചറിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർ നിങ്ങളോട് പറയാണ്, ഒറക്കിൾ ഡെക്കിലൂടെ അവർ പറയാണ് അല്ലേ. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യം. ഫോർഗീവ്നെസ് ആണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദി പാസ്റ്റ്. ഭൂതകാലത്തെ മറികടക്കാനായിട്ട് അവർ പാടുപെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂതകാലത്തിൽ എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ, ഇന്നത്തെ ദിവസമല്ല പറയുന്നത്, കുറച്ച് നാളായിട്ട് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ അവർക്ക് അത്രയേറെ വേദനയാണ് ഉണ്ടാക്കുന്നത്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ വരാൻ കാരണം അവരാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അത്ര കണ്ട് നിങ്ങളവരെ സ്നേഹിച്ചിട്ടുണ്ട്. അവരാണ് മാറിപ്പോയിട്ടുള്ളത്, അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം അവരെ അത്രയേറെ വേദനിപ്പിക്കുന്നു. അവർക്ക് യൂണിവേഴ്സ് പാഠം പഠിപ്പിച്ചു കൊടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം റീയൂണിയൻ ആണ്, വേറെ ഒന്നും പറയാനില്ല. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. നമ്മൾ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. നമ്മളുടെ ജീവിതം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകും. ഫ്യൂച്ചറിൽ നീ ഉണ്ടാകും. അവർ ഇനി നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ തിരിച്ചു വരുമെന്ന് പറയുന്നത് അവരും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ അവർക്ക് കിട്ടുമെന്ന്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. കറക്റ്റായിട്ടുള്ള സമയത്ത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണെ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. അൺവർത്തി എന്നാണ് കിട്ടിയിട്ടുള്ളത്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. നിങ്ങളാണ് മികച്ചൊരു വ്യക്തി എന്ന് അവർ പറയുകയാണ്. നിങ്ങളാണ് അവരെക്കാളും മികച്ചൊരു വ്യക്തി എന്ന് പറയുകയാണ് അല്ലേ. കാരണം തെറ്റ് ചെയ്തിട്ടുള്ളത് അവരാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. നുണ പറഞ്ഞു എന്ന് സമ്മതിക്കുന്നുണ്ട്. കുറച്ച് പേരോടൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ. നമുക്ക് യൂണിവേഴ്സ് ഒരു റീയൂണിയൻ തന്നെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അവരെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾക്ക് മിസ് ചെയ്യുന്നു ഇല്ലേ, നിങ്ങൾക്കും മിസ് ചെയ്യുന്നുണ്ട്, അവർക്കും മിസ് ചെയ്യുന്നുണ്ട്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപോലെ വേദനിക്കുന്നുണ്ട്. അവർ ഭയക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല അല്ലേ. നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കില്ലേ? നിങ്ങളുടെ മനസ്സും അവരിലേക്ക് തന്നെയാണ്. ടൈം കാർഡ് എടുക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും ടൈം കാർഡ് വേണം. ടൈം കാർഡ് ഇല്ലാതെ പറ്റില്ല. പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുമ്പോഴും അവരിങ്ങനെ ടൈം കാർഡ് നോക്കിയിട്ട് നോക്കാം നമുക്ക് എത്ര ദിവസത്തിനുള്ളിലാണ് പോസിബിൾ ആവുക. നിങ്ങൾക്കൊരു ലൈഫ് വേണ്ടേ? തനിച്ച് ജീവിച്ചാൽ മതിയോ? അവർ വേണ്ടേ? ഇൻ ഡിസംബർ മന്ത്. അപ്പോൾ അടുത്ത മാസം കേട്ടോ. ഇൻ 60 days, 2 മാസം. ഓൺ എനി ഫ്രൈഡേ
ഓക്കെ, ഇന്ന് തേഴ്സ്ഡേ ആണ്, നാളെ ചാൻസ് ഉണ്ട്, അടുത്ത ഫ്രൈഡേയും ചാൻസ് ഉണ്ട്. വിത്തിൻ 1 ഇയർ. അത് 1 ഇയർ എന്ന് പറയുന്നത് വളരെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അത് എന്താണ്, എൻ്റെ പേഴ്സണലിലേക്ക് വരൂ എന്ന് സംശയമുള്ളവർക്കുള്ള കാർഡാണ്. സംശയം വേണ്ട, നിങ്ങൾ ഈ ഒരു ഡേ മാനിഫെസ്റ്റ് ചെയ്യുക. എൻ്റെ പേഴ്സണലിലേക്ക് വന്നു, എന്ന് വന്നു, ഫ്രൈഡേ വന്നു എന്ന് മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ 2 കാർഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അത് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നതാണ്. ഡിസംബർ മാസം, അടുത്ത മാസവും ഒരു ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, തെറ്റ് തിരുത്തിക്കൊണ്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.